ബുദ്ധൻ തൻ്റെ ശിഷ്യൻ ആനന്ദിനെ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവസാനം കൊടുത്തത് ഒരു പൂവായിരുന്നു. അന്ന് രാത്രി കൊണ്ട് ആ പൂവിൻ്റെ മണം കൊഴിഞ്ഞു. പക്ഷെ കർത്താവ് കൊടുത്തത് എന്താണെന്നറിയാമോ? അപ്പം എടുക്കുകയാണ്. ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ഓർമ്മയാണിത്. 3 കാലങ്ങളെ ഒരുമിച്ച് സമ്മേളിപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണ് ഈ കർത്തൃമേശയുടെ ശുശ്രൂഷ. സ്തോത്രം. ഭൂതകാലത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് ബലിയായി തീർന്ന ഓർമ്മകളാണ് ഈ തിരുമേശ നമ്മെ പഠിപ്പിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഞാൻ അനുഭവിക്കപ്പെടുന്ന പങ്കപ്പാടുകളുടെ മുറിവുകളാണ് ഈ തിരുമേശ. ഭാവിയിൽ എനിക്കിനിയും ഉണ്ടാകാൻ പോകുന്ന നന്മകളും ഭാവിയുടെ പ്രതീക്ഷയുടെയും ചിത്രമാണ് ഈ തിരുമേശ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ നൽകിത്തന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും അവസാനം വരെ താൻ തൻ്റെ ജനത്തെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹത്തിൻ്റെ അവസാന ഖണിക ഒരപ്പമായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ, രക്തമായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ, ജീവനായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവന്റെ അപ്പമായി മാറുകയായിരുന്നു. ആ ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ പരിശുദ്ധ ആത്മാവ് നൽകട്ടെ. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുവാനും സ്നേഹിക്കുവാനും കാൽവറിയിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ ഒരു ബലിയാടായി തീർന്ന അങ്ങയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അവിശ്വസ്തതകളും കണക്കിടാതെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെയും തകർക്കപ്പെട്ട ശരീരത്തിൻ്റെയും ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലും എല്ലാ നിമിഷങ്ങളും പേറിക്കൊണ്ട് ജീവിക്കത്തക്ക രീതിയിലുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി, വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങളുടെ വരവിൻ്റെ പ്രത്യാശയുടെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷ